ഹായ് ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഒരു പുതിയ യാത്ര തുടങ്ങുവാണ്. നമ്മൾ പോകുന്നത് ഊട്ടിയിലേക്കാണ്. നമ്മൾ യാത്ര തുടങ്ങുന്നത് എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ്. നമ്മൾ ട്രെയിനിനാണ് കോയമ്പത്തൂർ വരെ പോകുന്നത്. കോയമ്പത്തൂരിൽ നിന്ന് പിന്നെ നമ്മൾ ബസ്സിലായിരിക്കും ഊട്ടിയിലോട്ട് പോകുന്നത്. അങ്ങനെ നമ്മൾ വൈകുന്നേരം ട്രെയിൻ കയറി ഏകദേശം ഒരു 2 മണി ആ ഒരു സമയമായപ്പോഴത്തേക്കും നമ്മൾ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടെ നിന്ന് നമ്മളൊരു ഓട്ടോ എടുത്തു. അവിടെ നിന്നൊരു 100 രൂപ പോയിൻറ്റ് ഓട്ടോയ്ക്ക്. അവിടെ നമ്മൾ ന്യൂ ബസ് സ്റ്റാൻഡിൽ എത്തിക്കഴിഞ്ഞപ്പോൾ നമുക്കൊരു 2:45 3 മണിക്ക് മുമ്പായിട്ട് അവിടെ നിന്ന് ഡയറക്റ്റ് ബസ് ഒരെണ്ണം കിട്ടിയായിരുന്നു. അങ്ങനെ ആ ബസ്സിൽ നമ്മൾ വെളുപ്പാങ്കാലം ആയപ്പോഴത്തേക്കും നമ്മൾ ഊട്ടിയിലെത്തുന്നതാണ്. നമ്മൾ മേട്ടുപ്പാളയത്തു നിന്ന് ട്രെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ നമ്മളത് ബുക്ക് ചെയ്യാൻ നോക്കിയിട്ട് നമുക്ക് കിട്ടിയൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കോയമ്പത്തൂർ വരെ ട്രെയിനിന് വന്നു. അതിന് ശേഷമാണ് നമ്മൾ ബസ്സിന് പോകുന്നത്. അങ്ങനെ നമ്മൾ ഊട്ടിയിൽ നമ്മളെത്തി. ഊട്ടി ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ട് പുറത്ത് തന്നെ നമ്മൾ റൂം കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓൾറെഡി റൂമോ കാര്യങ്ങളൊന്നും ബുക്ക് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയ ബഡ്ജറ്റിന് ഒതുങ്ങുന്ന റൂമുകൾ കാര്യങ്ങൾ നമ്മൾ ഒരെണ്ണം എടുത്തായിരുന്നു. അതിന് പെർ ഹെഡ് ഒരു 500 രൂപ ആ ഒരു റേഞ്ചായിരുന്നു റൂമിൻ്റെ വന്നത്. അതിനുശേഷം നമ്മൾ ഫ്രഷപ്പൊക്കെ ആയി നമ്മൾ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തു. രാവിലെ നമ്മൾ പിന്നെ ഒരു ഓട്ടോ എടുത്ത് നമ്മൾ കുറച്ച് സൈറ്റ് സീനും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പോയി. ഊട്ടിയിൽ നമുക്ക് പാക്കേജായിട്ട് തന്നെ കുറേ ട്രിപ്പുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ 300 രൂപ 400 രൂപ റേഞ്ചൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ബസ്സിൽ ട്രിപ്പുകൾ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ കാണിച്ചു തരുന്ന കുറച്ച്. അപ്പോൾ നമ്മുടെ പ്രൈവസിയും കാര്യങ്ങളും പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളൊക്കെ പോകാൻ വേണ്ടി നമ്മളങ്ങനെ ഓട്ടോയാണ് നമ്മളെടുത്തത്. ഈ ഒരു ദിവസം നമ്മളപ്പോൾ ഓട്ടോയുടെ പാക്കേജ് നമ്മളെടുത്തത് 1200 രൂപയ്ക്കായിരുന്നു. അവിടെ നമ്മൾ ആദ്യമായിട്ട് പോകുന്നത് ടീ ഫാക്ടറിയിലോട്ടായിരുന്നു. ടീ ഫാക്ടറി എൻട്രി ഫീ എന്ന് പറയുന്നത് ഒരു 20 രൂപ എടുത്തായിരുന്നു പെർ ഹെഡ്. അങ്ങനെ ടീ ഫാക്ടറി കാര്യങ്ങളൊക്കെ നമ്മൾ കയറി കണ്ടു. അതിൻ്റെ കുറച്ച് എക്സ്പ്ലനേഷനും കാര്യങ്ങളും എല്ലാം വീഡിയോ രൂപത്തിലും അല്ലാതെയൊക്കെ നമുക്ക് അവിടെ കാണാനും അതിനെപ്പറ്റി അതിൻ്റെ ഉള്ളിൽ ഗൈഡും കാര്യങ്ങളെല്ലാം ഉണ്ട്. ടീ ഫാക്ടറിക്ക് ശേഷം ഇതിന് തൊട്ടടുത്ത് തന്നെ നമുക്ക് അവരുടെ തന്നെ ചോക്ലേറ്റ് ഫാക്ടറിയും കൂടെ ഉണ്ടായിരുന്നു. നമുക്ക് അവിടെ നിന്ന് തേയിലകളോ ചോക്ലേറ്റുകളോ കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും അതിൻ്റെ ഉള്ളിലൊക്കെ കയറി കണ്ടു. അവിടെ നിന്ന് ഏകദേശം ഒരു മണിക്കൂർ സമയം നമ്മളവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്ന് പറയാം. അപ്പോൾ ഓട്ടോയും കാര്യങ്ങളൊക്കെ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. ഇതാണ് അതിൻ്റെ എക്സ്പ്ലനേഷനും കാര്യങ്ങളും, എങ്ങനെയാണ് ഒരു ടീ പൗഡർ ഉണ്ടാക്കിയെടുക്കുന്നത് എന്നുള്ളതിൻ്റെ പ്രോസസ്സിങ് കാര്യങ്ങൾ എല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മളെ വിശദീകരിച്ച് തന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഊട്ടിയിലോട്ട് വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ചെറിയ ബോട്ടിലുകളിലുള്ള വെള്ളങ്ങളോ കാര്യങ്ങളോ ഒന്നും കിട്ടില്ല. മിനിമം 5 ലിറ്ററിന് മുകളിലുള്ള പ്ലാസ്റ്റിക് ബോട്ടിലുള്ള വെള്ളങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നിന്ന് കിട്ടുന്നത്. പിന്നെ നമ്മൾ പ്ലാസ്റ്റിക് ബോട്ടിലല്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെ നമുക്ക് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ അതായിരിക്കും. ഇത് ഊട്ടിയിൽ നിന്ന് ഏകദേശം ഒരു 4 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഇതുള്ളത്. ആ 4 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ നമ്മുടെ ഈ ടീ ഫാക്ടറി കാര്യങ്ങളൊക്കെ നമ്മൾ നല്ല രീതിക്ക് ചുറ്റി കിടന്ന് കണ്ടെല്ലാം കഴിഞ്ഞ് അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള കുറച്ച് ഇവിടുത്തെ പ്രൊഡക്റ്റുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ അവരുടെ സ്റ്റോറിൽ നിന്ന് ഡയറക്റ്റായിട്ട് പർച്ചേസ് ചെയ്ത് അതിനുശേഷം പിന്നെ നമ്മൾ പോയത് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു ചോക്ലേറ്റ് ഫാക്ടറിയിലോട്ടാണ്. ചോക്ലേറ്റുകൾ കാര്യങ്ങൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതിൻ്റെ കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ നമ്മൾ കയറി കിടന്ന് കണ്ടു. അപ്പം നമുക്ക് ചെല്ലുമ്പോൾ കുറച്ച് സാമ്പിളായിട്ടുള്ള കുറച്ച് ചോക്ലേറ്റുകൾ കാര്യങ്ങൾ നമുക്ക് ടേസ്റ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ തരും. പിന്നെ അവരുടെ തന്നെ കുറച്ച് സ്റ്റോറുകൾ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാൻ സാധിക്കുമായിരുന്നു. അതെല്ലാം കണ്ട് നമ്മൾ പിന്നെ പുറത്തോട്ട് ഇറങ്ങി. പിന്നെ ദൊഡ്ഡപ്പേട്ട പീക്ക് എന്ന് പറഞ്ഞ എന്ന സ്ഥലത്തോട്ട് പോകാൻ വേണ്ടിയായിരുന്നു പിന്നെ നമ്മുടെ നെക്സ്റ്റ് പ്ലാൻ. നമുക്കിതിൻ്റെ പുറത്തിറങ്ങി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത കുറച്ച് വ്യൂ പോയിൻറ്റുകൾ. അങ്ങനെ കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ
നെക്സ്റ്റ് നമ്മൾ ഓട്ടോയിൽ തന്നെ ദൊഡ്ഡപേട്ട പീക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോകാൻ വേണ്ടി നമ്മൾ റെഡിയായി. നമ്മൾ വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഭക്ഷണവും കാര്യങ്ങളൊക്കെ നമ്മൾ ഊട്ടിയിൽ നിന്ന് തന്നെ കഴിച്ചിട്ടായിരുന്നു പോകുന്നത്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 15-20 മിനിറ്റ് നമ്മൾ ഓട്ടോയിൽ യാത്ര ചെയ്യുന്ന ദൂരം മാത്രമേ ഉള്ളൂ അങ്ങോട്ട് എത്താൻ. അങ്ങനെ ദൊഡ്ഡപേട്ടയിൽ എത്തിയിരിക്കുകയാണ്. ദൊഡ്ഡപേട്ടയിൽ അവിടെ ചെല്ലുന്ന വഴികളിൽ ഒരുപാട് കടകൾ കാര്യങ്ങൾ അങ്ങനെയുള്ള ഒരു പർച്ചേസിങ്ങിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ട്. നമുക്ക് അത്യാവശ്യം വേണ്ട ഡ്രസ്സുകൾ കാര്യങ്ങൾ, പിന്നെ നമുക്ക് കുട്ടികൾക്ക് വേണ്ടിയുള്ള ടോയ്സ്, ഗിഫ്റ്റ് ഐറ്റംസ്, അങ്ങനെ ഇഷ്ടംപോലെ കടകൾ കാര്യങ്ങളാണ് നമ്മൾ ഈ ദൊഡ്ഡപേട്ടയിലോട്ട് പോകുമ്പോൾ ഉള്ളത്. അതൊക്കെ കണ്ട് നമ്മൾ അത്യാവശ്യം നടന്ന് ഒരു ഹിൽ സ്റ്റേഷനാണ് എക്സാക്ട്ലി ദൊഡ്ഡപേട്ട എന്ന് പറയുന്നത്. ഒരു നീലഗിരി പർവ്വതനിരകളുടെ ഏറ്റവും വലിയ പർവ്വതമാണ് ദൊഡ്ഡപേട്ട. ഈ മലയ്ക്ക് ചുറ്റും ഏകദേശം വനമേഖലയാണ് ഫുള്ള്. ഊട്ടിയിൽ നിന്നൊരു 9 കിലോമീറ്റർ ഡിസ്റ്റൻസാണ് ഇങ്ങോട്ടുള്ളത്. പിന്നെ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ദൊഡ്ഡപേട്ടയിലെ ടെലസ്കോപ്പ് എന്ന് പറയുന്നത് നമുക്കൊരു വാച്ച് ടവർ പോലത്തെ ഒരു ഏരിയയാണ്. അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം മനോഹരമായ സ്ഥലങ്ങളും കാര്യങ്ങളുമാണ്. പിന്നെ നമ്മൾ അവിടെ ഏകദേശം ഒരു 3/4 മണിക്കൂറിന് മുകളിൽ നമ്മൾ സ്പെൻഡ് ചെയ്തായിരുന്നു ദൊഡ്ഡപേട്ടയിൽ. പിന്നെ കുറച്ച് ടോയ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്തു. പിന്നെ നമ്മൾ അത്യാവശ്യം തണുപ്പ് കാര്യങ്ങളുള്ളൊരു ടൈമായിരുന്നു നമ്മൾ ചെന്നപ്പോൾ. ഇങ്ങോട്ടുള്ള എൻട്രി ഫീ വരുന്നത് പെർ ഹെഡ് 20 റുപ്പീസാണ്. അങ്ങനെ അത്യാവശ്യം അവിടെയൊക്കെ കറങ്ങി നടന്നു. നമുക്ക് അത്യാവശ്യം ഭക്ഷണങ്ങളോ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ അവിടെ നിന്ന് തന്നെ നമുക്ക് കഴിക്കാനുള്ള സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇതിൻ്റെ മുകളിലൊക്കെ കയറി ഇതൊക്കെ കണ്ടു. അവിടെ അത്യാവശ്യം നല്ല രീതിക്ക് ടൈം കാര്യങ്ങളൊക്കെ സ്പെൻഡ് ചെയ്തു. ഇഷ്ടംപോലെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം പിന്നെ പോയത് ഒരു തേയിലത്തോട്ടത്തിലോട്ടാണ്. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് കാര്യങ്ങൾ, കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. ഇഷ്ടംപോലെ ടൂറിസ്റ്റുകളും കാര്യങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട്. അങ്ങനെ അവിടെ നമ്മളൊരു 1/2 മണിക്കൂറിൻ്റെ അടുത്ത് നമ്മൾ സ്പെൻഡ് ചെയ്തു. പിന്നെ നമ്മൾ പോയത് ബൊട്ടാണിക്കൽ ഗാർഡനിലോട്ടാണ്. ഇങ്ങോട്ടുള്ള എൻട്രി ഫീ വരുന്നത് 100 റുപ്പീസാണ് പെർ ഹെഡ്. ഈ ബൊട്ടാണിക്കൽ ഗാർഡൻ നിർമ്മിച്ചത് 1847 ഏകദേശം ഒരു 55 ഏക്കറിലാണ് ഇത് പരന്ന് കിടക്കുന്നത്. ഇത് ദൊഡ്ഡപേട്ട കൊടുമുടിയുടെ താഴ്ന്ന ചരിവിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിൽ തന്നെ വളരെ വിരളമായ ചെടികൾ ഇവിടെ സംരക്ഷിക്കപ്പെടുന്നുണ്ട്. ഏകദേശം നമുക്കൊരു 1 ഡേ ട്രിപ്പായിട്ട് എക്സ്പ്ലോർ ചെയ്യാനുള്ള സ്ഥലങ്ങൾ കാര്യങ്ങളുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. നമ്മൾ അത്യാവശ്യം നല്ല രീതിക്ക് നടന്നാൽ തന്നെ നമുക്കൊരു 2-2.5 മണിക്കൂർ കൊണ്ട് നമുക്ക് ഫുള്ള് കണ്ട് പുറത്തിറങ്ങാൻ സാധിക്കുള്ളൂ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ടീ, സ്നാക്സ് കാര്യങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടിയുള്ള ചില ചെറിയ ചെറിയ കഫറ്റീരിയൽ ഏരിയകൾ അങ്ങനെയുള്ളതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്. പിന്നെ ഇഷ്ടംപോലെ വീഡിയോസും ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഇഷ്ടംപോലെ ഫ്രെയിമുകൾ കാര്യങ്ങളുണ്ട്. വളരെ നല്ല രീതിക്ക് തന്നെയാണ് ഇവർ ഇവിടെ പരിപാലിച്ചിരിക്കുന്നത്. നമ്മൾ ഒട്ടും കാണാത്ത രീതിയിലുള്ള ഒരുപാട് ചെടികളും ഒരുപാട് പൂക്കളും അങ്ങനെ എല്ലാം ഉണ്ട് ഇവിടെ. അങ്ങനെ അവിടെ എല്ലാം നല്ല രീതിക്ക് ഞങ്ങൾ നടന്നു. അങ്ങനെ ഒരുമാതിരി എല്ലാ സ്ഥലങ്ങളും ഞങ്ങൾ കണ്ടു. പിന്നെ ഇടയ്ക്ക് അവിടെ നിന്ന് ടീ, സ്നാക്സ് കാര്യങ്ങളൊക്കെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് മേടിച്ച് നമ്മൾ അവിടെ നിന്ന് തന്നെ കഴിച്ചായിരുന്നു. ഇതിന് ശേഷം പിന്നെ നമ്മൾ നെക്സ്റ്റ് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്നത് ബോട്ട് ഹൗസിലോട്ടാണ്. ബോട്ട് ഹൗസ് ഏകദേശം 3 കിലോമീറ്ററിൽ താഴെയാണ് ദൂരമുള്ളത് ബൊട്ടാണിക്കൽ ഗാർഡനിൽ നിന്ന് ഊട്ടി ബോട്ട് ഹൗസിലേക്ക്. പിന്നെ നമ്മൾ അത്യാവശ്യം നല്ല രീതിക്ക് ഒന്ന് നടക്കാൻ വേണ്ടിയുള്ളതും കാണാൻ വേണ്ടിയുള്ളതും എല്ലാം ഉണ്ട്. അതിനുശേഷം തിരിച്ച് നമ്മൾ ഓട്ടോയിൽ തന്നെ ഊട്ടിയുടെ ടൗണിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ, ഇതാണ് ഊട്ടി ടൗണുകൾ കാര്യങ്ങൾ, ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ഇനി ബോട്ട് ഹൗസിലോട്ടാണ് നെക്സ്റ്റ് പോകുന്നത്. ബോട്ട് ഹൗസിലോട്ട് പോകുന്നതിന് കുറച്ച് മുമ്പായിട്ട് നമ്മൾ
അവിടെ നിന്ന് തന്നെ പുറത്തുനിന്ന് ഭക്ഷണവും കാര്യങ്ങളൊക്കെ അവിടെ നിന്നായിരുന്നു കഴിച്ചത്. ബോട്ട് ഹൗസിന് മുമ്പ് തന്നെ ഹോട്ടലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ബോട്ട് ഹൗസിലോട്ട് ഉള്ള എൻട്രി ഫീ കാര്യങ്ങളൊക്കെ ഒരു 50 റുപ്പീസിൻ്റെ അടുത്തായിരുന്നു വരുന്നത്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ എടുത്തു, നമ്മളങ്ങനെ അതിൻ്റെ ഉള്ളിലോട്ട് എൻട്രി ചെയ്തു. പിന്നെ ബോട്ടിങ്ങിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അവിടെ ഓൾറെഡി ഇപ്പോൾ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഐ ലവ് യു ഊട്ടി എന്ന് പറഞ്ഞൊരു ഫ്രെയിം കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കണമെങ്കിൽ എടുക്കാം. ഇപ്പോൾ ഇവിടെ നിന്നാണ് നമ്മുടെ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കേണ്ടത്. ഇവിടെ സ്പീഡ് ബോട്ടുണ്ട്, ഷിക്കാര മോഡൽ ബോട്ടുണ്ട്, പിന്നെ പെഡൽ ബോട്ടുണ്ട്, അങ്ങനെ ഇഷ്ടംപോലെ ബോട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളെടുത്തത് പെഡൽ ബോട്ടായിരുന്നു. അതിന് 375 റുപ്പീസിൻ്റെ അടുത്തായിരുന്നു നമുക്ക് ചാർജ് കാര്യങ്ങളൊക്കെ വന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ രണ്ടുപേരും, ഞാനും ചിന്നുവും പിന്നെ ശിവയും ഉണ്ടായിരുന്നു. അങ്ങനെ അത്യാവശ്യം നല്ല രീതിക്ക് ചവിട്ടി അതുവഴിയൊക്കെ ഞങ്ങൾ നടന്നു. ഇത് കാണുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നി, പക്ഷേ ചവിട്ടിയിട്ടും ബോട്ട് കാര്യങ്ങൾ നീങ്ങുന്നില്ലായിരുന്നു. ഒരുപാട് പാടുപെട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ ചവിട്ടി. അങ്ങനെ നമുക്കൊരു അരമണിക്കൂർ ടൈം കാര്യങ്ങളായിരുന്നു നമുക്ക് കിട്ടിയത്. ആ അരമണിക്കൂറിൽ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ബോട്ട് നമുക്ക് കൊണ്ടുപോകാം. മീൻസ് ഈ പെഡൽ ബോട്ട് നമുക്ക് കൊണ്ടുപോകാം. ഇത് ഒരുപാടൊക്കെ ഞങ്ങൾ ഇഷ്ടമുള്ള സ്ഥലങ്ങൾ പ്രതീക്ഷിച്ചെങ്കിലും അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന സ്ഥലത്തോട്ടല്ല ബോട്ട് പോകണം. ബോട്ട് വിചാരിക്കുന്ന സ്ഥലത്തോട്ട് കാറ്റിൻ്റെ അനുസരിച്ച് അങ്ങനെ ബോട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഏകദേശം ഒരു അരമണിക്കൂറത്തെ ചവിട്ടലിന് ശേഷം ബോട്ട് തിരിച്ച് കരയ്ക്കടുപ്പിച്ചു. പിന്നെ അവിടെ ബാക്കിയുള്ള പുറം സൈഡുകൾ കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ നടന്നു. അത്യാവശ്യം അതിമനോഹരമാണ് അവിടെ. നമുക്ക് ഇഷ്ടംപോലെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്ന ഇഷ്ടംപോലെ ഫ്രെയിമുകൾ കാര്യങ്ങളെല്ലാം ഉണ്ട് അവിടെ. പിന്നെ ബോട്ടിങ് തന്നെ സ്പീഡ് ബോട്ട് കാര്യങ്ങൾ, പിന്നെ ഷിക്കാര, പിന്നെ അല്ലാതെയുള്ള കുറേ ആക്ടിവിറ്റീസ് കാര്യങ്ങൾ, ഇങ്ങനെ പാർക്കിൻ്റേതായ കുറച്ച് ആക്ടിവിറ്റീസ് കാര്യങ്ങൾ അങ്ങനെ എല്ലാം ഉണ്ട് ഇവിടെ. അത്യാവശ്യം വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഇതിൻ്റെ പുറത്തുണ്ട്. പിന്നെ 7D സിനിമാസ്, പിന്നെ ബിഗ് ബസാർ, അങ്ങനെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന അത്യാവശ്യം, പിന്നെ ചോക്ലേറ്റ്സ്, ടോയ്സ്, അങ്ങനെയുള്ള ഇഷ്ടംപോലെ ഷോപ്പുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പുറത്ത് കുതിര സവാരി കാര്യങ്ങൾ, പിന്നെ നമുക്ക് ഡ്രസ്സ് കാര്യങ്ങൾ അങ്ങനെയുള്ളതൊക്കെ മേടിക്കാൻ വേണ്ടിയുള്ള ഷോപ്പുകൾ, അങ്ങനെ എല്ലാം ഇതിൻ്റെ പുറത്ത് ഓൾറെഡി ബോട്ട് ഹൗസിൻ്റെ പുറത്ത് തന്നെയുണ്ട്. പിന്നെ ഇവിടെ ഞങ്ങൾ പിന്നെ പോയത് ഒരു ട്രെയിൻ സവാരി ആയിരുന്നു. നമുക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കും കയറാം. അപ്പോൾ അങ്ങനെ ആ ഒരു ട്രെയിൻ സവാരി ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് ഇതിങ്ങനെ അതിൻ്റെ ഉള്ളിൽ തന്നെയുള്ളതാണ്, ബോട്ട് ഹൗസിൻ്റെ ഉള്ളിൽ തന്നെയുള്ളതാണ്. അങ്ങനെ ട്രെയിൻ സവാരി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അതും കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ തിരിച്ച് ഊട്ടിയിലോട്ട് തന്നെ ഞങ്ങൾ പോന്നു. ഊട്ടിയിൽ വന്നു. പിന്നെ ഞങ്ങൾ റൂമെടുത്ത റൂമിലോട്ട് തന്നെ ഞങ്ങൾ തിരിച്ചു പോകാൻ വേണ്ടി ഞങ്ങൾ റൂമിലോട്ട് പോന്നു. അതായത് ഊട്ടി ടൗണാണ്. ഊട്ടി ടൗണിൻ്റെ അവിടെ നിന്ന് നേരെ ഓപ്പോസിറ്റ് കാണുന്ന ഈ വഴിയിലൂടെയായിരുന്നു ഞങ്ങൾ റൂമിലോട്ട് പോയത്. പിന്നെ പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ ഫ്രഷപ്പായി ഞങ്ങൾ ഊട്ടിയിലെ റെയിൽവേ സ്റ്റേഷനൊന്ന് കാണാൻ വേണ്ടി പോയി. ഇതാണ് ഊട്ടിയിലെ റെയിൽവേ സ്റ്റേഷൻ കാണുന്നത്. ഇവിടെ നിന്നാണ് മേട്ടുപ്പാളയത്തു നിന്ന് ട്രെയിൻ കാര്യങ്ങളൊക്കെ വരുന്നത്. അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഒന്ന് കുറച്ച് നേരം വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. വീണ്ടും ഞങ്ങൾ നെക്സ്റ്റ് ഒരു ഓട്ടോ ഞങ്ങൾ എടുത്തു. നെക്സ്റ്റ് ചെല്ലുന്നത് ഒരു മുരുകൻ ടെമ്പിൾ ഹിൽസ് എന്ന് പറഞ്ഞ ഒരു ക്ഷേത്രത്തിലോട്ടായിരുന്നു ഞങ്ങൾ പോയത്. ഏകദേശം ഊട്ടി ടൗണിൽ നിന്നൊരു 2.75-3 കിലോമീറ്ററിൻ്റെ താഴെയായിരുന്നു. അത്യാവശ്യം സ്ഥലങ്ങൾ കാര്യങ്ങളൊക്കെ ഓൾറെഡി ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് നമ്മളങ്ങനെ കിട്ടിയത്. അപ്പോൾ അങ്ങനെ ഇതിൽ നമ്മൾ ഓൾറെഡി നോക്കിയപ്പോൾ ഇതേവരെ ആരും എക്സ്പ്ലോർ ചെയ്യാത്ത സ്ഥലം, അല്ലെങ്കിൽ ഇതേവരെ വേറെ വീഡിയോസിലൊന്നും അങ്ങനെ ഒരുപാട് കണ്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ഏതായാലും ഒന്ന് അവിടെ പോയി നോക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ മുരുകൻ ടെമ്പിൾ ഹിൽസിലോട്ട് ഞങ്ങൾ ചെന്നു. അവിടെ ഏകദേശം ഒരു 1/4 മണിക്കൂർ 1 മണിക്കൂർ താഴെ നമ്മൾ ഒന്ന് അമ്പലങ്ങൾ കാര്യങ്ങളൊക്കെ ചുറ്റിക്കൊണ്ടും ഒരു മുരുകൻ്റെ വലിയ പ്രതിമ കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ അതിൻ്റെ താഴെ നിന്ന് കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തു. ഇങ്ങനെ കുറച്ച് ഹൈറ്റിലായിട്ടാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ താഴത്തെ നിന്ന് ഇതേപോലെ ഇങ്ങനെ സ്റ്റെപ്പുകൾ കാര്യങ്ങൾ കയറി വേണം അമ്പലത്തിൻ്റെ മുകളിലോട്ട് എത്താൻ വേണ്ടി. ഇത്ര സ്റ്റെപ്പുകൾ കയറിയാണ് നമ്മൾ ഓൾറെഡി മുകളിലോട്ട് എത്തിയത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള കുറച്ച് വ്യൂ പോയിൻറ്റുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. ഇതേപോലെ താഴത്ത് നമുക്ക് വണ്ടി ഇട്ടിട്ട് നമ്മൾ നടന്ന് ഇതുവഴിയാണ് നമ്മൾ കയറി വരേണ്ടത്.
ഇതാണ് അമ്പലത്തിൻ്റെ ഉൾവശവും കാര്യങ്ങളൊക്കെ. അങ്ങനെ അവിടെയൊക്കെ അത്യാവശ്യം നിന്ന് ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്തു. നമ്മൾ അമ്പലത്തിൽ നല്ല രീതിക്ക് തൊഴലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നെക്സ്റ്റ് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തിരുന്നത് റോസ് ഗാർഡനാണ്. പിന്നെ അല്ലാതെയുള്ള കുറച്ച് സ്ഥലങ്ങൾ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ടൈം കാര്യങ്ങൾ ഓൾറെഡി ലിമിറ്റഡ് ആയതുകൊണ്ട് നമുക്കങ്ങനെ ഒരുപാട് സ്ഥലങ്ങളോ കാര്യങ്ങളൊന്നും പോകാൻ പറ്റില്ല. നമ്മളൊരു 6-7 സ്ഥലങ്ങളിൽ മാത്രമാണ് നമ്മൾ പോയത് ഊട്ടിയിൽ. ഇതിപ്പോൾ അല്ലാതെ പാക്കേജ് കാര്യങ്ങളൊക്കെ എടുത്ത് പോകാനാണെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ സ്ഥലങ്ങളിൽ പോകാൻ പറ്റുന്ന പല പല പാക്കേജുകൾ കാര്യങ്ങൾ വണ്ടികളെല്ലാം ഓൾറെഡി നേരത്തെ പറഞ്ഞ പോലെ അവിടെ അവൈലബിൾ ആണ്. നമ്മൾ ഓൾറെഡി ഇതേപോലെ ഈ തലേ ദിവസം നമ്മൾ വന്നു, രാവിലെ വെളുപ്പാങ്കാലമായപ്പോൾ നമ്മൾ ഊട്ടിയിലെത്തി. അങ്ങനെ അന്നത്തെ ദിവസം ഫുള്ള് നമ്മൾ എക്സ്പ്ലോർ ചെയ്തു. അതിനുശേഷമുള്ള സെക്കൻഡ് ഡേയിലെ വീഡിയോസാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ റോസ് ഗാർഡനിൽ കാര്യങ്ങളൊക്കെ ചെന്ന് അവിടെയും കൂടെ നമ്മൾ കണ്ടതിന് ശേഷം നമ്മൾ റോസ് ഗാർഡനിൽ നിന്ന് പിന്നെ നമ്മൾ റൂമിലോട്ടാണ് പിന്നെ പോയത്. കുറച്ച് റെസ്റ്റ് കാര്യങ്ങളൊക്കെ എടുത്തു. നമ്മൾ ഇന്ന് വൈകുന്നേരം ഓൾറെഡി KSRTC ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, സ്വിഫ്റ്റ് ബസ്. ഇത് നമുക്ക് ഓൺലൈൻ ബുക്കിംഗ് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഡയറക്റ്റ് എറണാകുളം, ആലപ്പുഴ ഈ ഭാഗത്തു നിന്നൊക്കെ ഓൾറെഡി സ്റ്റോപ്പുകൾ കാര്യങ്ങളുള്ളതാണ്. നമുക്ക് ഡയറക്റ്റായിട്ട് ഊട്ടിയിലോട്ട് വരാനും തിരിച്ച് പോകാനും നമുക്ക് ഓൺലൈനായിട്ട് തന്നെ ബുക്ക് ചെയ്യാവുന്നതാണ്. KSRTCയുടെ വെബ്സൈറ്റിൽ നമുക്ക് ബുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ബുക്ക് ചെയ്യാതെ വന്നു കഴിഞ്ഞാലുള്ള കുഴപ്പം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറ്റ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ ചെന്ന ടൈമിൽ ഓൾറെഡി സീറ്റ് കാര്യങ്ങളൊന്നും കിട്ടുന്നില്ലായിരുന്നു. പിന്നെ ഇതാണ് ഓൾറെഡി ഊട്ടിയുടെ മാർക്കറ്റ് കാര്യങ്ങൾ. ഊട്ടിയിലെ മാർക്കറ്റിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മൾ നടന്നായിരുന്നു. അതിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ എറണാകുളം ബ്രോഡ്വേ മാർക്കറ്റ് പോലെ തോന്നിക്കുന്ന രീതിയിലുള്ള എല്ലാ തരത്തിലുള്ള സാധനങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. ആ രീതിയിലുള്ള ഒരുപാട് കടകൾ കാര്യങ്ങളെല്ലാം ഉണ്ട്. നമ്മൾ കുറച്ച് റെസ്റ്റ് കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങനെ ഫ്രഷപ്പ് ആയപ്പോൾ നമ്മൾ തിരിച്ച് ഊട്ടിയോട് വിട പറഞ്ഞ് നമ്മൾ പോവുകയാണ്. നമ്മൾ ഓൾറെഡി ടിക്കറ്റ് കാര്യങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളങ്ങനെ നമ്മുടെ ബസ്സിൽ കയറി നമ്മൾ വെളുപ്പാങ്കാലമായപ്പോഴത്തേക്ക് ഏകദേശം വൈറ്റില ഹബ്ബിലാണ് പിന്നെ നമ്മൾ ഇറങ്ങിയത്.